സൗദി അറേബ്യയുമായുള്ള നയതന്ത്ര പ്രധാന ബന്ധങ്ങളിൽ വിള്ളലുകൾ വീഴുന്നതിനിടെ യമനിൽ വിന്യസിച്ചിരിക്കുന്ന തങ്ങളുടെ സൈനിക സേനയെ പിൻവലിക്കാൻ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് തീരുമാനിച്ചു. വർഷങ്ങളായി തുടരുന്ന യമൻ ആഭ്യന്തര യുദ്ധത്തിന്റെ ഗതി മാറ്റുന്നതാണ് യുടെ ഈ നിർണായക നീക്കം. യമൻ യുദ്ധവുമായി ബന്ധപ്പെട്ട തന്ത്രപരമായ നീക്കങ്ങളിലും പ്രാദേശിക താൽപര്യങ്ങളിലും ഇരു രാജ്യങ്ങളും തമ്മിൽ അടുത്ത കാലത്തായി വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിന്നിരുന്നു. ഹൂതി വിമതർക്കെതിരെ 2015 മുതൽ സൗദി സഖ്യസേനയുടെ ഭാഗമായി സജീവമായി രംഗത്തുണ്ടായിരുന്നു. എന്നാൽ തെക്കൻ യമനിലെ നിയന്ത്രണത്തെയും മറ്റ് പ്രാദേശിക വിഷയങ്ങളെയും ചൊല്ലിയുള്ള തർക്കങ്ങൾ സഖ്യത്തിൽ വിള്ളലുണ്ടാക്കിയതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നേരത്തെ ഭാഗികമായി സൈന്യത്തെ പിൻവലിച്ചിരുന്നെങ്കിലും നിലവിലെ സാഹചര്യം മുൻനിർത്തി പൂർണ്ണമായ പിന്മാറ്റത്തിനാണ് ഒരുങ്ങുന്നത്. ഗൾഫ് മേഖലയിലെ രണ്ട് കരുത്തുറ്റ രാജ്യങ്ങൾ തമ്മിലുള്ള ഈ അകൽച്ച മേഖലയിലെ സുരക്ഷാ സാഹചര്യങ്ങളെയും യമനിലെ സമാധാന ശ്രമങ്ങളെയും എപ്രകാരം ബാധിക്കുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുകയാണ്. യുടെ പിന്മാറ്റം സൗദി അറേബ്യയ്ക്ക് വലിയ തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതേസമയം തങ്ങളുടെ ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും ആഭ്യന്തര സുരക്ഷയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനുമാണ് ഈ നീക്കമെന്നാണ് യുമായി അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന. തെക്കൻ യമനിലെ വിഘടനവാദി സംഘമായ സദേൺ ട്രാൻസിഷൻ കൌൺസിലിനെ ആയുധം നൽകി സഹായിക്കാൻ ശ്രമിച്ചതാണ് സൗദിയെ പ്രകോപിപ്പിച്ചത്. വിഘടനവാദി സംഘങ്ങൾക്ക് നൽകാനായി എത്തിച്ച ആയുധങ്ങൾ ലക്ഷ്യമിട്ട് യമനിലെ മുക്കല്ല തുറമുഖത്ത് സൗദി അറേബ്യ വ്യോമാക്രമണം നടത്തിയിരുന്നു. യുടെ പിന്തുണയുള്ള തെക്കൻ യമനിലെ സദേൺ ട്രാൻസിഷണൽ കൌൺസിലിന് വേണ്ടിയുള്ള ആയുധശേഖരമാണ് തകർത്തതെന്ന് സൗദി അറേബ്യ ചൊവ്വാഴ്ച അറിയിച്ചിരുന്നു. യുടെ കിഴക്കൻ തീരത്തുള്ള ഫുജേറ തുറമുഖത്ത് നിന്നാണ് ആയുധങ്ങൾ വഹിച്ച കപ്പലുകൾ മുക്കല്ലയിലെത്തിയതെന്ന് സൗദി പ്രസ് ഏജൻസി പുറത്തുവിട്ട സൈനിക പ്രസ്താവനയിൽ പറയുന്നു. യമനിലെ തെക്കൻ പ്രദേശങ്ങളിലെ വിഘടനവാദികൾക്ക് ആയുധമെത്തിക്കാൻ ശ്രമിച്ചതാണ് സൗദി അറേബ്യ പ്രകോപിപ്പിച്ചത്. എണ്ണപ്പാടങ്ങൾ ധാരാളമായുള്ള തെക്കൻ യമൻ പ്രദേശത്തിൽ ആധിപത്യമുറപ്പിക്കാൻ ശ്രമിച്ചു വരികയാണ്. യുടെ ലക്ഷ്യം ഇവിടത്തെ സമ്പന്നമായ എണ്ണപ്പാടങ്ങൾ തന്നെയാണെന്ന് പറയുന്നു. എന്തായാലും തെക്കൻ യമനിൽ വിന്യസിച്ച മുഴുവൻ കൂലിപ്പട്ടാളക്കാരെയും പിൻവലിക്കണമെന്നും സൗദി അറേബ്യ ആവശ്യപ്പെട്ടിരുന്നു. ഇത് അംഗീകരിക്കുകയും അവരുടെ കൂലിപ്പട്ടാളക്കാരെ തെക്കൻ യമനിൽ നിന്നും പിൻവലിക്കുന്ന നടപടികൾ ആരംഭിക്കുകയും ചെയ്തിരിക്കുകയാണ്. യമനിലെ ഇറാൻ അനുകൂല ഹൂതി വിമതർക്കെതിരെ സൗദിയും യുഎഇയും ദശാബ്ദത്തിലേറെയായി ഒന്നിച്ചു പോരാടുന്നുണ്ടെങ്കിലും ദക്ഷിണ യമനിലെ വിഘടനവാദികളായ STCA പിന്തുണയ്ക്കുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ അസ്വാരസ്യങ്ങൾ സൃഷ്ടിച്ചിരുന്നു. പുതിയ ആക്രമണത്തോടെ റിയാദും അബുദാബിയും തമ്മിലുള്ള ഭിന്നത കൂടുതൽ രൂക്ഷമാകാനാണ് സാധ്യതയെന്ന് നിരീക്ഷകർ വിലയിരുത്തുന്നു. യുടെ പിന്മാറ്റ പ്രഖ്യാപനത്തിന് തൊട്ടുമുമ്പാണ് തെക്കൻ യമനിലെ മുഗല്ല തുറമുഖത്തിന് നേരെ സൗദി നേതൃത്വത്തിലുള്ള സഖ്യസേന വ്യോമാക്രമണം നടത്തിയത്. യുഎഇയുമായി ബന്ധമുള്ള ആയുധങ്ങൾ ഈ തുറമുഖത്ത് എത്തിയതായും ഇത് തങ്ങളുടെ ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നും സൗദി ആരോപിച്ചു. വർഷങ്ങളായി യമൻ യുദ്ധത്തിൽ പങ്കാളികളായിരുന്ന ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഭിന്നത ഇതോടെ ഏറ്റവും രൂക്ഷമായ ഘട്ടത്തിലെത്തി. ഹദ്രാമൌത്ത് പ്രവിശ്യയിൽ വിതരണം ചെയ്യാനുള്ള ആയുധങ്ങളും വെടിക്കോപ്പുകളുമാണ് കപ്പലിലുണ്ടായിരുന്നതെന്ന് സൗദി അവകാശപ്പെട്ടു. എന്നാൽ ഈ ആരോപണം നിഷേധിച്ചു. കപ്പലിലുണ്ടായിരുന്നത് ആയുധങ്ങളല്ലെന്നും തങ്ങളുടെ സൈന്യത്തിന് വേണ്ടിയുള്ള സാമഗ്രികളാണെന്നും പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. ഗൾഫ് മേഖലയിലെ സംഘർഷം ലഘൂകരിക്കാൻ അമേരിക്കയുടെ നേതൃത്വത്തിൽ നയതന്ത്ര നീക്കങ്ങൾ ആരംഭിച്ചു. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ സൗദി വിദേശകാര്യമന്ത്രിമാരുമായി ഫോണിൽ സംസാരിച്ചു. കുവൈറ്റ്, ബഹ്റൈൻ തുടങ്ങിയ രാജ്യങ്ങൾ പ്രശ്നപരിഹാരത്തിന് ചർച്ചകൾ ആവശ്യമാണെന്ന് വ്യക്തമാക്കി. സൗദി അറേബ്യയുടെയും മറ്റ് ഗൾഫ് രാജ്യങ്ങളുടെയും സുരക്ഷ തങ്ങളുടെ സുരക്ഷയുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് ഖത്തർ പ്രതികരിച്ചു. യമനിൽ അവശേഷിക്കുന്ന ഭീകരവിരുദ്ധ സേനാ വിഭാഗങ്ങളുടെ ദൌത്യം സ്വമേധയാ അവസാനിപ്പിക്കുകയാണെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. 2019 തന്നെ സൈനിക സാന്നിധ്യം കുറച്ചിരുന്നുവെങ്കിലും ചില പ്രത്യേക വിഭാഗങ്ങൾ അവിടെ തുടർന്നുണ്ടായിരുന്നു. അന്താരാഷ്ട്ര പങ്കാളികളുമായുള്ള ഏകോപനത്തിന്റെ ഭാഗമായാണ് തങ്ങൾ അവിടെ തുടർന്നതെന്നും എന്നാൽ പുതിയ സാഹചര്യങ്ങൾ സമഗ്രമായ പുനഃപരിശോധനയ്ക്ക് കാരണമായെന്നും വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.